നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായോഗികമായ സമയത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഇംപാർട്ടേഷൻ സർവീസ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ ഒരു ഇംപാർട്ടേഷൻ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്? നമ്മളൊരു പകർച്ച വാങ്ങുന്ന ഒരു കാര്യമാണല്ലോ അത്. ഒരാൾ തരുന്നു, നമ്മൾ വാങ്ങുന്നു. ദൈവം തരുന്നു, ദൈവം തരുന്നത് വാങ്ങാൻ തയ്യാറായിരിക്കുന്ന ആളുകൾ അത് വാങ്ങുന്നു. അതാണ് ഇവിടെ ഇന്ന് പകൽ സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ച്, അതിൻ്റെ ബന്ധങ്ങളെക്കുറിച്ച്, അതിൽ നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ദൈവത്തിൻ്റെ മുമ്പാകെ വലിയ ഒരു ഉത്തരവാദിത്വം ചെയ്യേണ്ടവരാണ്. അതിൻ്റെ എല്ലാം കൂടെ പേര് പൊതുവെ നമ്മൾ ശുശ്രൂഷ എന്ന് പറയും. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ കൊരിന്ത്യ ലേഖനത്തിലെ ഭാഷയിൽ അത് ലഭിച്ചതാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് എന്ന് നാം വായിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ദൈവം കൃപ തോന്നി നമ്മുടെ മക്കളെ ഏൽപ്പിച്ചതാണ്. വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം ദൈവം തന്നതാണ്. ദൈവം തരാത്ത ഒരു വകയും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ തിരുവെഴുത്ത് പറയുന്നുണ്ട്, എല്ലാം ലഭിച്ചതാണെങ്കിൽ ലഭിച്ചതല്ല എന്ന വണ്ണം ആരും പ്രശംസിക്കരുത്. ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം മൊത്തം അത് ദൈവിക ദാനമാണ്. നമ്മൾ പറയുന്ന ഈ പ്രവൃത്തികളൊന്നും സ്വാഭാവിക കഴിവുകളാൽ ചെയ്യാൻ പറ്റുന്നവയല്ല. ഈവൻ നമ്മുടെ സ്വാഭാവിക കഴിവും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ വിദ്യാഭ്യാസം ശുശ്രൂഷയ്ക്ക് പ്രധാനമാണെങ്കിൽ പോലും വിദ്യാഭ്യാസം കൊണ്ട് ഈ പറയുന്ന ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. ശുശ്രൂഷയ്ക്ക് പണം വേണം എന്നുള്ളത് ശരിയാണെങ്കിലും പണം കൊണ്ട് ആരെയും രക്ഷിക്കാൻ പറ്റില്ല. ശുശ്രൂഷയ്ക്ക് മനുഷ്യരെ വേണം എന്നുള്ളത് ശരിയാണ്, എങ്കിലും മനുഷ്യരുടെ ശക്തി കൊണ്ടോ അതിൻ്റെ ആധിക്യം കൊണ്ടോ നമ്മൾ പറയുന്ന വേലകൾ ചെയ്തു തീർക്കാൻ പറ്റില്ല. പണ്ട് ദേവാലയ പണിയുടെ കാര്യം പറഞ്ഞപ്പോൾ സെറുബ്ബാബേലിനോട് പറഞ്ഞ വാക്കാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇതിനാധാരം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. മേലോകത്തിൻ്റെ ഒരു ശക്തിയാൽ മാത്രമേ ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. യേശു തന്നെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടതായി പറയുന്ന മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും 12 വരെ പറഞ്ഞു വിട്ടപ്പോൾ അവരെ ചെയ്യാനുള്ള വേലയെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശം അവർക്ക് കൊടുത്തു. അവർ പോയി ദൈവരാജ്യം പ്രസംഗിക്കണമെന്നും രോഗികളെ സൗഖ്യമാക്കണമെന്നും മരിച്ചവരെ ഉയർപ്പിക്കണമെന്നും ഭൂതങ്ങളെ പുറത്താക്കണമെന്നും അങ്ങനെ അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ പറയുന്നത് 12 പേർക്ക് അതിനുള്ള ശക്തി കൊടുത്തു. ലൂക്കോസിൽ വായിക്കുന്ന ശക്തിയും അധികാരവും അവർക്ക് കൊടുത്തു. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ഒരു വേല ഏൽപ്പിച്ചാൽ ആ വേല ചെയ്യാനുള്ള അധികാരം ആ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ കൂടെ തന്നെ തരുന്നതാണ്. അപ്പൊ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഈ പ്രവൃത്തി ദൈവരാജ്യത്തിലേക്ക്
പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ആളുകളെ വിളിച്ചാക്കുന്ന ഈ പ്രവൃത്തി, ഈ ദൈവരാജ്യത്തിന്റെ പ്രജകളെ വളർത്തി പക്വമാക്കുന്ന ഈ പ്രവൃത്തി, അതിനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് വരേണ്ടതാണ്. ശക്തി പരിശുദ്ധാത്മാവാണ്. അധികാരം, നമുക്ക് ചെയ്യാൻ ഉള്ള അധികാരം തന്നിരിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത് പ്രാവർത്തികമാകണമെങ്കിൽ, ഇതിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ വിശ്വാസത്താലേ അത് പറ്റൂ എന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മിൽ നിന്ന് വചനത്തോടുള്ള പ്രതികരണമായ വിശ്വാസവും കൂടെ ചേർന്നാണ് ഇതിനുള്ള കഴിവുണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മളൊരു പകർച്ച ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് അതിശയകരമായ ദൈവിക ദാനമാണ് എന്ന് നമുക്കറിയാം. പെന്തക്കോസ്തുകാരായ നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലും വിശ്വസിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിനെ മനുഷ്യർക്ക് കൊടുക്കുന്നതിന് വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ വചനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ പരാജയങ്ങളെല്ലാം കണ്ടുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും. നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. മേലെ മത്സരിക്കാതെ, എതിർക്കാതെ, വചനം കേട്ടാൽ ഉടനെ അതിന് വിധേയപ്പെടുന്ന ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. എന്ന് മാത്രമല്ല, ഞാൻ പുതിയ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ വഴികളിൽ നടക്കുമാറാക്കും. പഴയ നിയമ ജനത്തിന് വചനമുണ്ടായിരുന്നു, അരുളപ്പാടുകൾ കൃത്യമായി കിട്ടിയിരുന്നു. ദൈവം നേരിട്ട് സംസാരിച്ച വചനം അവരുടെ കാതുകൊണ്ട് അവർ കേട്ടതാണ്. എങ്കിലും ആ വചനത്തിന്റെ പാവനതയനുസരിച്ച്, അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി അവരിലില്ലായിരുന്നു. അതുകൊണ്ട് ആ ജനം പരാജയപ്പെട്ടെടുത്ത്, പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു. പഴയ നിയമത്തിൽ ജനത്തിനെല്ലാം ലഭിക്കാഞ്ഞ അത്ഭുതകരമായ ആത്മശക്തി പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് ദാനം ചെയ്യുന്നു. അങ്ങനെ വിശുദ്ധ ജീവിതം സാധ്യമാണ്. ഈ തിരുവെഴുത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ നാം പരിശോധിച്ചതുപോലെ ദൈവത്തിന്റെ രാജ്യം എങ്ങനെയായിരിക്കണമെന്ന്, നമ്മൾ ദൈവരാജ്യം എന്ന നിലയിൽ അങ്ങനെ ജീവിക്കാൻ ഭൂമിയിൽ ജഡത്തിൽ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. ഈ ആത്മശക്തിയുടെ വ്യാപാരത്താൽ അത് സാധ്യമാണ്. അതിനുവേണ്ടി ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നു. എന്നാൽ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ള ശക്തിയല്ല, പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ശക്തിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 47 മുതലുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ഈ വസ്തുതയ്ക്ക് സാക്ഷികളാണ് എന്ന് കർത്താവ് പറയുമ്പോൾ അന്ത്യകൽപ്പനയുടെ ഒരു ഭാഗമായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സാക്ഷികളാകുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ പാർക്കണം. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയ പെന്തിക്കോസ്ത് വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലെ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. ഈ വാക്യങ്ങൾ നാം അറിയാവുന്നവർ. എങ്കിലും നമ്മുടെ യഥാർത്ഥ അവസ്ഥയെ നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇന്നത്തെ പെന്തിക്കോസ്തുകാർ ആത്മസ്നാനത്തെ പൊതുവെ അന്യഭാഷയിൽ ഒതുക്കി. ആത്മസ്നാനം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥമാക്കുന്നത് നമ്മൾ അന്യഭാഷ വല്ലപ്പോഴും പറയും എന്നതാണ്. ഒരു പക്ഷേ ചിലർ കൂടുതൽ പറയുന്നുണ്ടാവാം.
ചില അന്യഭാഷയിൽ പാടുന്നുണ്ടാവാം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഇവയെല്ലാം പ്രധാനം തന്നെയാണ്. അതൊട്ടും അപ്രധാനമായ കാര്യമല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആകയാൽ എന്ത്, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്, ഞാൻ ആത്മാവിൽ പാടും, ബുദ്ധി കൊണ്ടും പാടും. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും എന്ന് മാത്രമല്ല, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ബുദ്ധി കൊണ്ട് ആലോചിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മിൽ താമസിച്ചുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആവശ്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാവ് ഫലപ്രദമായി മധ്യസ്ഥം ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മാവിലുള്ള അന്യഭാഷയിലുള്ള പ്രാർത്ഥന. അവയെല്ലാം പ്രധാനം തന്നെയാണ്, ഒട്ടും അപ്രധാനമല്ല. യേശു പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവർ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുതിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാണ്, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും തന്നെ അവനെ നമസ്കരിക്കണം. അങ്ങനെ അംഗീകാരമായ യോഗ്യമായ ആരാധനയ്ക്ക് അത് ആവശ്യമാണ്. ഫലപ്രദമായ പ്രാർത്ഥനയ്ക്ക് അത് ആവശ്യമാണ്. കൊരിന്ത്യർ ലേഖനത്തിന്റെയും കൂടെ ഭാഷയിൽ പറഞ്ഞാൽ, തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്ന അത്ഭുതകരമായ ഒരു ദൈവിക ദാനമാണ് അന്യഭാഷ എന്നത് നാം തിരിച്ചറിയുന്നു. അതിന്റെ അനുഭവത്തിനായി സ്തോത്രം. ആത്മസ്നാനം പ്രാപിച്ച് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് പെന്തിക്കോസ്തുകാർ. ഞാനും അത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ആത്മസ്നാനം എന്നത് അന്യഭാഷയിൽ ഒതുക്കുവാനുള്ളതല്ല. ആത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അന്യഭാഷ കിട്ടും എന്നല്ല വചനം പറഞ്ഞത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്നാണ് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്. ആ ശക്തിയെ സംബന്ധിച്ച് വലിയ വലിയ വാക്കുകളിലാണ് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ വാക്ക് എന്ന് പറയുന്നത് അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വലിയ വലിയ വാക്കുകൾ, അളവറ്റ വലിപ്പം. അളവറ്റ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മുടെ ബുദ്ധി ചെറുതാണ്, ഭൂമിയിലെല്ലാം അളവുള്ളതാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് അളവറ്റ അവന്റെ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സകലത്തിന് മതിയായ ശക്തിയാണ് ആത്മാവിന്റെ ശക്തി എന്ന് നാം അറിയുന്നവരാണ്. എന്നാലും വാസ്തവത്തിൽ ആത്മാവിന്റെ ശക്തിയുടെ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ സാധാരണ പോകാറുണ്ടോ എന്ന് നാം ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. ആത്മാവ് വരുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിന് വിവിധ പേരുകൾ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ ആത്മാവിന്റെ വ്യത്യസ്ത പേരുകൾ കൊടുക്കുമ്പോൾ ആത്മാവിന്റെ വിവിധ പ്രവൃത്തികളാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഈ ആത്മാവ് ക്രിയാത്മകമായ ആത്മാവാണ്. ഈ ആത്മാവ് വെറുതെ വന്നതല്ല, അനേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന ആത്മാവാണ്. ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ ഈ പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ആത്മാവ് വിവിധ ശക്തികളായി നമ്മുടെ മേൽ ഇറങ്ങി വരുന്നു. അത് വിവിധ കൃപാവരങ്ങളായി നമ്മിൽ വരുന്നു. എന്താണ് ആത്മാവിന്റെ കൃപാവരങ്ങൾ? ആത്മാവിന്റെ വിവിധ കഴിവുകളാണവ. ആത്മാവിൽ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ശക്തികളാണവ. അത് ഭൂമിയിൽ പാർക്കുന്ന ദൈവമക്കളിൽ ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഈ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ചെയ്യിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ശക്തി മണ്ഡലങ്ങളാണവ. അവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ശക്തീകരണങ്ങളാണ്. ഓരോ കൃപാവരവും ദൈവശക്തിയുടെ ഓരോ പ്രത്യക്ഷതകളാണ്. എന്നാൽ കാലങ്ങളായി കൃപാവരങ്ങളെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ തന്നെ വളരെ കുറഞ്ഞു. കൃപാവരങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ തന്നെ വളരെ കുറഞ്ഞു. കൃപാവരങ്ങൾ ഉള്ള ആളുകൾ
അപൂർവ വ്യക്തികളായിട്ടോ ഒരു പ്രവാചകനെ കണ്ടാൽ ഒരു അപൂർവ ജീവിയെ പോലോ കാണുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിത്തേർന്നിരിക്കുന്ന ഇന്ന് നാം തിരിച്ചറിയേണ്ടത് ഈ ആത്മാവ് വന്നത് കേവലം വാക്കുകൾ ഉച്ചരിക്കാനും അന്യഭാഷ പറയിക്കാനുമല്ല. ഈ ആത്മാവിന്റെ കൃപകളായി വരങ്ങളായി നമ്മുടെ മേൽ ഇറങ്ങി വന്നിട്ട് അത് മുഖാന്തരം ചെയ്യാനുള്ള വേല ചെയ്യിക്കാനാണ് ആത്മാവ് വന്നത് എന്ന് നാം അറിയണം. ഈ കൃപാവരങ്ങൾ ഏത് വ്യക്തിക്കും കൊടുക്കാനുള്ളതാണ് എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. എഫേസ്യർ 4-ാം വാക്യം പറഞ്ഞത്, നമ്മിൽ ഓരോരുത്തന് ദൈവത്തിന്റെ ദാനത്തിന്റെ അളവിനത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ സഭയിലെ ഓരോ വ്യക്തിയും പ്രവർത്തിക്കണമെന്ന്. കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞപ്പോൾ ആരും സ്വന്തം ശക്തി കൊണ്ട് ഇത് ചെയ്യണ്ട, ആരും സ്വന്തം ഉറവിടത്തിൽ നിന്ന് ചെയ്യണ്ട, ആരുടെയും സ്വയത്തിൽ നിന്ന് ചെയ്യണ്ട. ഇത് ചെയ്യുവാനുള്ള ബലം സ്വർഗത്തിൽ നിന്ന് ദൈവം ജനത്തിന്റെ മേൽ നിക്ഷേപിക്കുവാൻ തയ്യാറാണ്. ആരുടെ തയ്യാറാകുന്നു അവരുടെ മേൽ അതിനുള്ള കഴിവുകൾ പകരുവാൻ ദൈവം തയ്യാറാണ്. അതിന്റെ പേരാണ് കൃപാവരം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഭയിൽ കൃപാവരമില്ലാത്ത ഒരാൾ പോലും ഉണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ദൈവം കഴിവുകൾ നൽകിയിരിക്കുന്നത് പോലെ, അതാതിന്റെ പ്രവൃത്തിക്കുള്ള കഴിവ് നൽകിയിരിക്കുന്നത് പോലെ, ദൈവസഭയിലെ ഓരോ വ്യക്തിയും പ്രവർത്തിക്കാൻ ദൈവം തന്റെ ആത്മാവിനെ പകർന്നു തരുന്നതാണ് കൃപാവരം. അത് പ്രാപിക്കുവാൻ നാം തയ്യാറാക്കേണ്ടതാണ്. ആമേൻ. ആത്മാവിൽ പല നിലകളുണ്ടെന്ന്, പല മണ്ഡലങ്ങളുണ്ട് എന്ന് നാം അറിയേണ്ടതാണ്. കഴിഞ്ഞ ദിവസം മാസ്റ്റർ പീറ്റർ ഇവിടെ എസ്കേൽ പ്രവചനം 47-ാം അധ്യായം ഉദ്ധരിക്കുകയുണ്ടായി. അവിടെ പറയുന്നത് തന്നെ ആത്മാവിന് നദിയെ സംബന്ധിച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വിവിധ അവസ്ഥകളുണ്ടല്ലോ. പാദം വരെ എത്തിയ ഒരു സ്ഥിതിയുണ്ട്, മുട്ടറ്റമെത്തിയ ഒരു സ്ഥിതിയുണ്ട്, അരക്കൊപ്പം വെള്ളമെത്തിയ ഒരു സ്ഥിതിയുണ്ട്. എന്നാൽ ആത്മാവിൽ മൊത്തമായി നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയതുണ്ട് എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ വിവിധ മണ്ഡലങ്ങളല്ലേ അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കൽ ആത്മസ്നാനം പ്രാപിച്ചിട്ട് എനിക്കെല്ലാമായി എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ അതല്ല സത്യം. ആത്മാവിൽ അടുത്ത മണ്ഡലമുണ്ട് എന്ന് തിരിച്ചറിയാൻ ദൈവപൈതൽ തയ്യാറാണ്. ഒന്നാമത്തെ മണ്ഡലത്തിൽ ഇറങ്ങിച്ചെന്നവരെ അടുത്ത മണ്ഡലത്തിലേക്ക് പോകുവാൻ വിളിക്കും. അത് ഇറങ്ങിച്ചെന്നവരെ അടുത്ത മണ്ഡലത്തിലേക്ക് പോകുവാൻ വിളിക്കും. എന്നാൽ അത് ഇറങ്ങിപ്പോകാതെ കരയ്ക്ക് നോക്കി അല്ലെങ്കിൽ വെള്ളത്തിൽ അല്പം ഇറങ്ങി നിന്ന് എനിക്ക് ആത്മാവിനെ പരിചയമുണ്ട്, എന്റെ ആത്മാവെന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ ഒന്നും പ്രത്യേകമായി പ്രാപിക്കാൻ പറ്റില്ല. പോകാൻ ആഗ്രഹമുണ്ടോ അടുത്ത മണ്ഡലത്തിലേക്ക് ആത്മാവ് കൊണ്ടെത്തിക്കുവാൻ തയ്യാറാണ്. ആമേൻ. ഇന്നത്തെ മോഡേൺ പെന്റിക്കോസ്റ്റലിസത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ആത്മാവിനെ വലിയ പരിചയമാണ് എന്നാണ് ചിന്ത. അവരറിഞ്ഞതിനപ്പുറം ഒരാത്മമണ്ഡലമില്ല എന്നാണ് ചിന്ത. അവർ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവരുടെ വേദശാസ്ത്രത്തിന് നിരക്കത്തില്ലെങ്കിൽ അത് അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ല. ഞാനും ഒരു കാര്യം തുറന്നു പറയട്ടെ. ഒരു സമയത്ത് വേദശാസ്ത്രം എനിക്കറിയാം എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് അത് മുഴുവൻ പൊട്ടിച്ച് തടയപ്പെട്ടു. ദൈവത്തിന്റെ വേദശാസ്ത്രം എനിക്കറിയാമെന്ന ചിന്ത മുഴുവൻ പാളിപ്പോയി. എൻ്റെ വേദശാസ്ത്രം എന്ന് പറയുന്നത് ഈ വചനത്തെക്കുറിച്ചുള്ള എൻ്റെ അറിവാണ്. ഏത് വേദശാസ്ത്രിയുടെയും വേദശാസ്ത്രം ഈ പുസ്തകത്തെക്കുറിച്ചുള്ള തൻ്റെ അറിവാണ്. ഇത് മുഴുവൻ അറിഞ്ഞ ഒരാളും ഭൂമിയിലില്ല. ഇത് മുഴുവൻ അറിയാൻ കഴിയുന്ന ഒരുത്തരും ഭൂമിയിലില്ല. അതിന്റെ അർത്ഥം നാം അറിഞ്ഞതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ വചനത്തിൽ ഇനിയുമുണ്ട്. പെന്തിക്കോസ്തുകാര് മറ്റുള്ളവർ കാണിച്ച തെറ്റാവർത്തിക്കാൻ പാടില്ല. കത്തോലിക്കര് പറയും അവരറിഞ്ഞതിനപ്പുറം അവർ സത്യമില്ല എന്ന്. ഓരോ സഭക്കാരും അത് പറയും. ബ്രദറുകാര് പറഞ്ഞു ആത്മസ്നാനം ഒന്നും പറഞ്ഞൊന്നില്ല, അവർ പറഞ്ഞ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരവിടെ നിന്നു. നമ്മളപ്പോ ആത്മസ്നാനവും സ്വല്പം അന്യഭാഷയും പ്രാപിച്ചു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ എന്ന് പറയരുത്. ദൈവത്തിന്റെ ആത്മാവിനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന്റെ ആത്മാവിനെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ ആർക്ക് കഴിയും? ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ ദാസന്മാരെ, ശുശ്രൂഷയുടെ ഏത് മണ്ഡലത്തിൽ നാം എത്തിയാലും ശുശ്രൂഷയുടെ അടുത്ത മണ്ഡലമുണ്ട്. അടുത്ത മണ്ഡലത്തിൽ പോകണമെങ്കിൽ അതിന് വേറെ ഒരു ശക്തി വേണം. ജീവിതത്തിന്റെ മറ്റൊരു മണ്ഡലത്തിലെ കൊണ്ടുപോകുവാൻ
ദൈവം തയ്യാറാണ്. അതിന് പോകണമെങ്കിൽ അടുത്ത മണ്ഡലത്തിൽ എത്തിയതിനല്ലേ സാധിക്കുകയുള്ളൂ. പുതിയൊരു ക്രൈസിസ് ഉണ്ടായാൽ അത് അഭിമുഖീകരിക്കുവാൻ ഒരു പുതിയ ശക്തി വേണ്ടേ? കാലത്തിനനുസരിച്ചുള്ള നീക്കങ്ങൾ വരുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഭൗമ മണ്ഡലത്തെ അല്ല, കേവലം ഈ ലോകത്തെ അല്ല നാം കൈകാര്യം ചെയ്യേണ്ടത്. ഒരാത്മലോകത്തെ കൈകാര്യം ചെയ്യേണ്ട നാം നമ്മുടെ ബുദ്ധി അതിന് പര്യാപ്തമല്ല, നമ്മുടെ ശക്തി അതിന് പര്യാപ്തമല്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് സകലവും കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ ജനം ആത്മമണ്ഡലത്തിൽ ജീവിക്കേണ്ടതും ഇനിയും ഞാൻ പ്രാപിച്ചിട്ടില്ലാത്തതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവ് എന്തു തന്നാലും ആത്മാവ് എന്തിടപെട്ടാലും അതിന് ഞാൻ തയ്യാർ എന്ന് വിളിച്ചു പറയുവാൻ തയ്യാറാണ്. ഇന്ന് ഈ പകർച്ച തരുവാൻ ദൈവത്തിനാണ് സാധിക്കുന്നത്. ഇതൊരു മനുഷ്യരുടെ പക്കലുള്ളതല്ല, ദൈവമാണ് ഇന്ന് ആത്മാവിനാൽ നമ്മെ സന്ദർശിക്കേണ്ടത്. ആമേൻ. ആത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. നല്ലൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഇത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവമാണ് തരുന്നതെങ്കിലും ഈ തിരുവെഴുത്ത് നാം പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യരുടെ ശുശ്രൂഷയും ഇതിന് പ്രധാനമാണ് എന്ന് കാണാം. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ 37 മുതലുള്ള വാക്യം വായിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. കുടിച്ചാൽ, അതാ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കുടിച്ചാൽ തന്റെ ദാഹത്തിന് മാത്രം കുടിച്ചാൽ പോരാ, പുറത്തേക്ക് ഒഴുകത്തക്കവണ്ണം കുടിക്കണമെന്ന്. നദിയായത് പുറത്തേക്ക് ഒഴുകണമെന്ന്, മറ്റുള്ളവരിലേക്ക് അത് ഒഴുകണമെന്ന്. അപ്പോസ്തലനായ പത്രോസ് ശുശ്രൂഷ ചെയ്തപ്പോ റോഡിൽ നടന്നു പോയപ്പോ അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്നുള്ള നിഴല് തട്ടിയപ്പോ രോഗികൾ സൗഖ്യമായെങ്കിൽ തന്റെ മേലുള്ള ദൈവശക്തിയുടെ ഒരു വ്യാപാരത്തിന്റെ ഒരു പകർച്ചയല്ലേ അങ്ങോട്ട് പോയത്? പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ, ജീവിച്ചപ്പോൾ ഇട്ടിരുന്ന ഉടുപ്പിന്റെയോ തന്റെ റൂമാലെടുത്ത് ആളുകളുടെ ദേഹത്തിട്ടപ്പോൾ രോഗശാന്തി അവർക്കുണ്ടായി എങ്കിൽ അവരുടെ മേൽ വ്യാപരിച്ച ദൈവകൃപയുടെ ഒരു പകർച്ചയല്ലേ അത് ചൂണ്ടിക്കാണിക്കുന്നത്? എന്ന് മാത്രമല്ല, പ്രവൃത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് 8-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ ശമര്യക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. 19-ാം അധ്യായത്തിൽ എഫെസോസിലെ ജനത്തിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. പൗലോസിൽ നിന്നാണോ അത്? പത്രോസിൽ നിന്നാണോ അത്? അല്ല, ദൈവത്തിൽ നിന്നാണ്. പക്ഷേ അവരുടെ കൈകൾ അതിന് ഉപാധികളായി മാറി, അതിന് ഉപകരണങ്ങളായി മാറി. അതിന്റെ അർത്ഥം അവരിൽ മാത്രം തങ്ങുന്ന ഒന്നായിട്ട്, അത്യാവശ്യത്തിന് അവർ ആവശ്യത്തിന് മാത്രം നിൽക്കുന്നതായിട്ടല്ല. ഈ പറയുന്നത് പോലെ കുടിച്ച് ജീവജലത്തിന്റെ നദിയുടെ ഒഴുക്ക് പോലെ ദൈവത്തിന്റെ ജനം തൊട്ടാൽ ആമേൻ രോഗി സുഖമാകത്തക്കവണ്ണം, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമുള്ളവരെ തൊട്ടാൽ ആത്മസ്നാനം ആളുകളെ സംഭവിക്കത്തക്കവണ്ണം. മാത്രമല്ല, അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ, അവർ ഓർഡർ ചെയ്തപ്പോൾ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത് കൃപാവരം അവരുടെ മേൽ പോയി. അവരുടെ കൈവപ്പുകൾ കേവലം ഒരു കൈവപ്പായിരുന്നില്ല, ഒരു ചടങ്ങിന്റെ കൈവപ്പായിരുന്നില്ല. പിന്നെയോ ദൈവശക്തി അവരുടെ ശരീരത്തിലും ആളത്വത്തിലും കൂടെ ഒഴുകിയപ്പോൾ, ഞാൻ എടുത്തു പറഞ്ഞ അവരുടെ സ്വന്തമല്ല, ജനത്തിന് വേണ്ടിയും കൂടെ ഒരു ഒഴുക്കുണ്ടായപ്പോൾ, അതുകൊണ്ട് തൊട്ടപ്പോൾ ഒരു കൃപാവരം അത് കയാറുടെ മേൽ കൈവച്ചു, അത് വന്നുവെങ്കിൽ ഇന്നും അത് സംഭവിക്കേണ്ടതാണ്. കേവലം കൈവപ്പുകളല്ല, കേവലം ചടങ്ങുകളല്ല. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് ജനത്തിന്റെ മേൽ കൈവച്ചതുപോലെ. നമ്മളിന്ന് തിന്നുന്നത് പോലെ തിന്നും കുടിച്ചും സന്തോഷിച്ചുമുള്ള കൈവപ്പുകളായിരുന്നില്ല. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവമുഖം അന്വേഷിച്ച് ദൈവം പറഞ്ഞവന്റെ മേൽ കൈവച്ചപ്പോൾ അവരുടെ ആത്മാവിന്റെ കൃപ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിശ്ചയമായും ദൈവമാണെന്ന് പകൽ നമ്മെ സന്ദർശിക്കേണ്ടത്. ദൈവത്തിന്റെ ആ സന്ദർശനം, ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ കൈവപ്പിനാലും നമ്മുടെ മേൽ വരുവാൻ കഴിയും. അതില്ലാതെ നേരിട്ട് ദൈവത്തിന്റെ മേൽ നിറയ്ക്കാൻ കഴിയുമെന്നുള്ള സത്യം. എങ്കിലും കൈവപ്പിലും ഒരാത്മശക്തിയുടെ വ്യാപാരം ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഇന്ന് പകൽ ജനമറിയട്ടെ. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടി ഒന്നും ഉണ്ടാവില്ല, വിമർശകർക്ക് വേണ്ടി ഒന്നും ഉണ്ടാവില്ല, സംശയക്കാർക്ക് വേണ്ടി ഒന്നും ഉണ്ടാവില്ല, ചോദ്യകർത്താക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ
സ്തോത്രം. ഒരു വലിയ ട്രക്ക് ഓൺ ചെയ്ത് നിർത്തിയാൽ അത് കുലുങ്ങുന്നതും അതിന് ശബ്ദം കേൾക്കാനും വേണ്ടി ആരും ഒരു ട്രക്ക് ഓൺ ചെയ്ത് നിർത്താറില്ല. സ്തോത്രം. നമ്മൾ പലപ്പോഴും ആത്മാവ് വരുന്നത് ഒന്ന് കുലുങ്ങാനും ഒന്ന് സന്തോഷിക്കാനും അല്പം അന്യഭാഷയ്ക്ക് മാത്രമാണെങ്കിൽ അതല്ല ഒരു ട്രക്ക് ഓൺ ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം. അതിന് ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യണം, അതിന് കൊണ്ടുപോകാനുള്ള ചരക്ക് കൊണ്ടുപോകണം, അതിനെത്തേണ്ട ദേശത്തേക്ക് എത്തണം. ആത്മസ്നാനം കേവലം സന്തോഷത്തിനും തുള്ളലിനും മാത്രം ഉപയോഗിക്കാതെ ചെയ്യുന്ന പ്രവൃത്തി